സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായമെത്തിക്കുന്നതും. അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കും. കരുണയുടെ, കരുതലിന്റെ ആർദ്രസ്പർശം. മുറിവുണക്കി സ്നേഹതൈലം പുരട്ടുന്ന കനിവിന്റെ ഇടം. സൗഖ്യത്തിന്റെ സുഗന്ധം പരത്തുന്ന ഇടം. മരണമെന്ന സത്യം ഹൃദയപൂർവ്വം ഉൾക്കൊള്ളാൻ വഴിയൊരുക്കുന്ന ഇടം. ബെഥനി ശാലോം ഭവൻ. 2004 രൂപീകൃതമായ ബെഥനി മൂവാറ്റുപുഴ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സിന്റെ ഹൃദയത്തിലൂടെ ദൈവം രൂപപ്പെടുത്തിയെടുത്ത സ്വപ്നത്തിന് രൂപവും ഭാവവും അടിസ്ഥാന സൗകര്യങ്ങളും കരഗതമായത് പോത്താനിക്കാട് കൂറ്റപ്പള്ളി ശ്രീ ജോസഫ് സാറിലൂടെയായിരുന്നു. താൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഒരു സ്വാന്തന പരിചരണ ഭവനം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ആശ്വാസത്തിന്റെ ഇടമായ ബെഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിലൂടെ സാക്ഷാത്കൃതമായത്. അന്നു മുതൽ ഇന്നോളം ഈ സ്ഥാപനത്തിന്റെ പടിപടിയായുള്ള വളർച്ചയിൽ അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മാത്യു ചെരിപ്പുറത്തച്ഛനെയും മദർ പേഷ്യൻസിനെയും സിസ്റ്റർ റെജീനയെയും സിസ്റ്റർ ലൂസിയെയും ഇക്കഴിഞ്ഞ കാലയളവിൽ ഈ സമൂഹത്തെ നയിച്ച മദർ ജോസ്നയെയും ഇപ്പോൾ നയിക്കുന്ന മദർ ടോമിനെയെയും കൗൺസിൽ അംഗങ്ങളെയും കാലാകാലങ്ങളിൽ നേതൃത്വം നൽകിയ മദേഴ്സിനെയും ടീം അംഗങ്ങളെയും ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും ആത്മീയ ഗുരുക്കന്മാരെയും വോളണ്ടിയേഴ്സിനെയും എല്ലാ അഭ്യുദയകാംക്ഷികളെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ വിവിധ പ്രവർത്തന മേഖലകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. പോത്താനിക്കാട് ബെഥനി ശാലോം ഭവനിൽ രോഗികളും അവരെ പരിചരിക്കുന്നതിനായി കൂടെയുള്ള ബന്ധുക്കളുമടക്കം നിലവിൽ 35ഓളം ആളുകൾ താമസിക്കുന്നു. പ്രധാനമായും ക്യാൻസർ രോഗികളെയാണ് ഈ ഭവനത്തിൽ ശുശ്രൂഷിച്ചു വരുന്നത്. ഒപ്പം വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ വലയുന്നവരെയും ശാരീരിക തളർച്ച നേരിടുന്നവരെയും പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും പ്രാർത്ഥനയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ഈ നാടിന് തന്നെ അനുഗ്രഹമായി ഈ കൊച്ചു സ്ഥാപനം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പഠനത്തിനും രോഗി പരിചരണത്തിനുമായി സന്മനസ്സോടെ ഇവിടെ എത്തുന്നവരുടെയും രോഗികളോടൊപ്പം സമയം ചെലവഴിക്കാൻ എത്തുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നത് ഈ സ്ഥാപനത്തിന്റെ വളർച്ച വിളിച്ചോതുന്നതാണെന്ന് പറയാതെ വയ്യ. ഈ ഭവനത്തിന്റെ സുപ്പീരിയർ ആയി സിസ്റ്റർ വന്ദനയും സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആയി സിസ്റ്റർ ഷേബയും സ്പിരിച്വൽ ഗൈഡായി സിസ്റ്റർ പ്രതിഭയും സ്റ്റാഫ് നഴ്സ് എന്ന നിലയിൽ സിസ്റ്റർ മിഷേലും തങ്ങളുടെ സമയത്തിന്റെ ഭൂരിഭാഗവും മാറ്റിവെച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനുമായി ചെലവഴിക്കുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ രഘുത്തമൻ, ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ, ഫിസിഷ്യൻ ഡോക്ടർ ലിൻസി നയനൻ, ആയുർവേദ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സനൽ എന്നിവരുടെ നിസ്തുലമായ സേവനവും ഈ സ്ഥാപനത്തോട് അവർ കാണിക്കുന്ന ആത്മാർത്ഥതയും സഹകരണ മനോഭാവവും എടുത്തു പറയേണ്ടതാണ്. കൂടാതെ ഈ സ്ഥാപനത്തിൽ 24 മണിക്കൂറും നഴ്സിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാൻ ബ്രിൻസി സാജു, റാണി റോബിൻ എന്നീ നഴ്സുമാരും ക്ലീനിംഗ് സ്റ്റാഫായി ബൈജി ജോജോ, അംബിക മത്തൻ, പാൻട്രി ഡിപ്പാർട്ട്മെന്റിലെ ശ്രീമതി സുജാത സോജൻ എന്നിവരും തങ്ങളുടെ അക്ഷീണ സേവനങ്ങൾ കൊണ്ട് സന്തോഷത്തോടെ കരുണയുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും തണലൊരുക്കുന്നു. ഒപ്പം ഞങ്ങളുടെ സാരഥിയായി പുതുതായി ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷയാരംഭിച്ച അർജുൻ ശങ്കറിന്റെയും സേവനങ്ങൾ ഈ ഭവനാന്തരീക്ഷത്തെ കൂടുതൽ ഊഷ്മളമാക്കുന്നു. ഈ കാലയളവിൽ ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന നിതിൻ തോമസിന്റെ നിസ്തുല സേവനങ്ങളെയും ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അനുസ്മരിക്കുന്നു. ഡോക്ടർ രഘുത്തമൻ സാറിന്റെ നേതൃത്വത്തിൽ ശാലോം ഭവനിലെ സ്റ്റാഫ് നഴ്സുമാർ സിസ്റ്റേഴ്സിനോടൊപ്പം ആഴ്ചയിൽ 3 ദിവസം വീടുകളിലെത്തി രോഗീ പരിചരണവും കുടുംബാംഗങ്ങൾക്ക് അവബോധവും പരിശീലനവും നൽകി വരുന്നു. ഏകദേശം 200ഓളം വീടുകളിൽ ഇക്കാലയളവിനുള്ളിൽ ഹോം കെയർ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പോത്താനിക്കാട് പ്രദേശത്ത് ഏത് സമയത്തും അടിയന്തര ആവശ്യം നേടുന്ന രോഗികൾക്ക് സഹായമെത്തിക്കുവാൻ 24 മണിക്കൂറും സജ്ജരായ
ഹോം കെയർ ടീം നമുക്കുണ്ട്. അതാത് പ്രദേശങ്ങളിലെ വോളണ്ടിയേഴ്സ് വഴി ഈ സൗകര്യം ലഭ്യമാക്കുന്നു. എല്ലാ സായാഹ്നങ്ങളിലും രോഗികളുടെ മാനസികാരോഗ്യത്തിനും ഉല്ലാസത്തിനും അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിനുമായി കലാപരിപാടികളും യോഗ പരിശീലനവും നൽകി വരുന്നു. സ്വാതന്ത്ര്യദിനം, ഓണം, ക്രിസ്തുമസ്, ന്യൂ ഇയർ, വിവാഹ വാർഷികം, ജന്മദിനം, വായനാ ദിനം, പാലിയേറ്റീവ് കെയർ ദിനം തുടങ്ങി എല്ലാ ആഘോഷങ്ങളും വ്യത്യസ്ത കലാകായിക പരിപാടികളോടും മത്സരങ്ങളോടും കൂടി നടത്തുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരുന്ന മദർ ജോസ്നയ്ക്ക് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകുകയും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മദർ ടോമിനയ്ക്ക് സമുചിതമായ സ്വീകരണം നൽകുകയും ചെയ്തു. ബദനി സന്യാസിനി സമൂഹത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് വീൽചെയർ സംഗമം നടത്തുകയും മോട്ടിവേഷണൽ സ്പീക്കർ മിസ്റ്റർ ജോസഫ് അന്നക്കുട്ടി ജോസ് ക്ലാസ് എടുക്കുകയും ചെയ്തു. 2025 ജനുവരി മാസത്തിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ പ്രമുഖ സിനി ആർട്ടിസ്റ്റ് മിസ്റ്റർ കലാഭവൻ ഷാജോൺ മുഖ്യ അതിഥിയായി എത്തുകയും മോട്ടിവേഷണൽ ക്ലാസ് എടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടൻ MLA, എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റാണിക്കുട്ടി ജോർജ്, രാഷ്ട്രീയ നേതാക്കന്മാർ, ഈ സ്ഥാപനത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ തക്കതായ ഇടപെടൽ നടത്തുന്ന പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരും, പല തിരക്കുകൾ മാറ്റിവെച്ച് ഈ സ്ഥാപനത്തോടുള്ള ബന്ധം എന്നും കാത്തുസൂക്ഷിക്കുന്ന അഭ്യുദയകാംക്ഷികളും, വിവിധ ട്രസ്റ്റ് ക്ലബ്ബുകളിലെ വിശിഷ്ട വ്യക്തികളും പലതവണ ഈ സ്ഥാപനം സന്ദർശിക്കുകയും രോഗികളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. അരികിലും അകലെയുമായി സഹായം ആവശ്യമുള്ള സഹോദരങ്ങളുടെ കാവൽക്കാരാകാനുള്ള പ്രത്യേക ദൗത്യം തിരിച്ചറിഞ്ഞ് ശരീരത്തിലെയും മനസ്സിലെയും മുറിവുകൾ കണ്ടെത്തി സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിച്ച് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ക്രിസ്തു സ്നേഹത്തിന്റെ ആൾരൂപങ്ങളാകാൻ നിതാന്ത പരിശ്രമം ചെയ്യുന്ന പോത്താനിക്കാട് ബഥനി ശാലോം ഭവനിലെ കാവൽ മാലാഖമാരുടെ കൈകളിൽ എന്നും ഈ സ്ഥാപനം ഭദ്രമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ